ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ആലുവയാണ്. ആലുവ മെട്രോ സ്റ്റേഷൻ ഇതാണ് ഒരു പെർഫ്യൂം കടയിലാണ്. സിയ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ബ്രാൻഡ് കടയിലാണ്, ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ യാദൃശ്യമായിട്ട് അതുവഴി പോയപ്പോഴത്തേക്ക് ഈ പെർഫ്യൂമിൻ്റെ മണം അടിച്ചിട്ട് നല്ല അടിപൊളി മണം, വെറൈറ്റി ആയിട്ടുള്ള മണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ലൈവായിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലൈവായിട്ടൊരു പെർഫ്യൂം ഉണ്ടാക്കി തരണം. എൻ്റെ അടുത്ത് അതിൻ്റെ ഓണർ എടുത്ത വായില പറഞ്ഞ് നിനക്ക് വേണമെങ്കിൽ നീ അതിൻ്റെ അത് കയറി ഉണ്ടാക്കി എടുത്തോളെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പെർഫ്യൂം ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ പറഞ്ഞു തന്നു. അതേ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഈ മെഷീനിൽ വെച്ച് 2 അടിയൊക്കെ അടിച്ചിട്ട് അത് ബോട്ടിലേക്ക് ആക്കിയിട്ട് 2 സ്പ്രേ ഒക്കെ അടിച്ച് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യമായിട്ട് ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു പെർഫ്യൂം അവർ പറഞ്ഞു തന്നതാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് മേക്ക് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറ്റുന്നൊരു സംഭവമായിരിക്കും. ഏതായാലും എനിക്ക് വളരെയധികം ഹാപ്പി. എന്നിട്ട് യാദൃശ്യമായിട്ട് ഞാൻ പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ട് ഷോപ്പിലോട്ട് ചെന്നു. അവർ പറഞ്ഞു നിനക്ക് വേണം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അതിലും വലിയ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവൻ എടുത്തു തരുന്നത് ഇതിൻ്റെ ഓണറാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നത് ഇതിൻ്റെ ആ ഓണറിൻ്റെ ഒരു സുഹൃത്താണ്. സംഭവമൊക്കെ കാര്യമൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പെർഫ്യൂം വിൽക്കുന്ന ഏതൊരു കടയിലാണെങ്കിലും ഒരു പേപ്പർ കഷ്ണം നമുക്ക് തരും. അത് അവർ ഈ പെർഫ്യൂം നമുക്ക് അടിച്ചിട്ട് തരുന്നതാണ്. അത് തീർച്ചയായിട്ടും വാങ്ങിക്കുക. അത് വാങ്ങിച്ചിട്ട് നമ്മൾ പോക്കറ്റിൽ വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ ഈ ഒരു മണം നമുക്ക് എപ്പോഴേലും ഇഷ്ടപ്പെടും. അപ്പോൾ ആ പേപ്പർ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ പെർഫ്യൂം നമുക്ക് അവർ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പെർഫ്യൂം അത് എനിക്ക് തന്നെ കിട്ടി. അതുപോലെ തന്നെ കൊച്ചിയിലെ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇവരുടെ ഔട്ട്ലെറ്റുകൾ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇവരുടെ പുതിയ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ കാണും വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.